ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കി പൗഡർ രൂപത്തിലല്ലാതെ നമുക്ക് സോപ്പ് രൂപത്തിൽ ഇന്നൊരു സ്കിൻ ഗ്ലോ ചെയ്യാനുമായിട്ടുള്ള ഒരു പാക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ടൊമാറ്റോ കൊണ്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്ത് ബേസിൻ പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്ത പാക്കായപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഗോട്ട് മിൽക്കും ബേസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് അരോമ ഓയിലും വെർജിൻ കോക്കനട്ട് ഓയില്, അർഗൻ ഓയില്, ഗ്ലിസറിന്, ആൽമണ്ട് ഓയില്, ബീറ്റാ കരോട്ടിൻ ഓയിൽ ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സോപ്പ് മോൾഡിൽ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കുന്ന പോലെ ദിവസം ഒരു 2 ടൈം നമുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ പാടുകളുണ്ടെങ്കിൽ മാറാനും ടാൻ മാറാനും ഒക്കെ നല്ല ഒരു ഫേസ് പാക്ക് ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ്, നല്ല ഫ്രഷായിട്ടുള്ള ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ വാങ്ങിച്ചിട്ട് നമ്മളിതുപോലെ മിക്സിക്കകത്ത് അടിച്ച് അത് പൾപ്പാക്കിയതിന് ശേഷം ബാക്കിയുള്ള മിക്സിയും കൂടെ ഇട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഈ പാക്കും ഗോട്ട് മിൽക്കിൻ്റെ ബേസും എല്ലാം കൂടെ ഒന്നിച്ച് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്കിനി വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല പ്യുവറായിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ വേണം നമുക്കിത്. ഇതിനകത്ത് കുറേ ഒഴിക്കുക, ഒരു 3-4 ടേബിൾ സ്പൂൺ. അതേപോലെ ഇത് ബീറ്റാ കരോട്ടിൻ, ഇത് നമ്മുടെ സ്കിന്നിലുള്ള ചുളുക്കുകളും ഒരു ആൻറ്റി ഏജിങ് ഓയിലാണ്. നമ്മളിപ്പോൾ ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് ഓയില്. പിന്നെ അതേപോലെ നമുക്ക് അർഗൻ ഓയിൽ കുറച്ചൊഴിക്കുക. അതുപോലെ നമുക്ക് ഗ്ലിസറിൻ, ഇതെല്ലാം സ്കിന്നിന് നല്ല ഡ്രൈ സ്കിന്നുകാർക്കായാലും നല്ല ഒരു ഫേസ് പാക്ക് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ഒരു ഫേസ് പാക്ക്, അതേപോലെ സ്കിന്ന് ടാനൊക്കെ വന്നിരിക്കുന്നവർക്കും കളർ കിട്ടാനും ഒക്കെ നല്ല ഒരു ഫേസ് പാക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പാക്ക് ചെയ്തിടാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം 2 പ്രാവശ്യം വാഷ് ചെയ്താൽ തന്നെ ഇനി നമുക്ക് 1-2 അരോമ ഓയിലും കൂടെ ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് സ്കിന്നിനുള്ള ചുളുക്കുകൾ മാറാനും ഒരു ആൻറ്റി ഏജിങ്ങിൻ്റെ ഒക്കെ ഒരു അരോമ ഓയിലാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഈ ഓയിലുകളും അരോമ ഓയിലും എല്ലാം കൂടെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇതേപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ മോൾഡ് വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ മോൾഡിനകത്ത് നമുക്ക് ഒഴിച്ച് വയ്ക്കണം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഈ മോൾഡിലോട്ട് മാറ്റാം. ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതുപോലത്തെ മോൾഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ പാക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മോൾഡിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ പാക്ക് മിക്സ് ചെയ്യാൻ പാടില്ലാത്തവർക്ക് ഇത് നല്ല ഒരു ഫേസ് പാക്കാണ്. ഇതുപോലെ ചെയ്ത് വയ്ക്കുക. നമുക്കിത് ചെറിയ ചൂടോടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ആ പാക്ക് ഒന്ന് വെച്ച് മസാജ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ കൈയുടെ ചേഞ്ച്. നല്ലൊരു സോഫ്റ്റ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വെച്ച് കുളിക്കുക തന്നെ ചെയ്താൽ തന്നെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലത്തെ ബബിൾസ് ഒന്ന് നമുക്ക് കളയാൻ വേണ്ടി ഒരു സ്പ്രേ ഇതിനകത്ത് അടിച്ചു കൊടുക്കാം. ഇതിനകത്തുള്ള ബബിൾസ് ഉണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നത്.
ഇപ്പം നമ്മളിവിടെ ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ടൊമാറ്റോയുടെ ഒരു ഫേസ് പാക്ക് സോപ്പ് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ടാൻ കുറയ്ക്കുന്നു, പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കുന്നു, അതേപോലെ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നു. ഇതിനകത്ത് ഇതുപോലെ ആൽമണ്ട് ഓയിലുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, അർഗൻ ഓയിലുണ്ട്, ബീറ്റാ കെരാറ്റിൻ ഓയിലുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ പാക്കിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം അരോമ ഓയിലിൽ റിങ്കിൾസിൻ്റെതും ടൈറ്റനിങ്ങിൻ്റെയും എല്ലാ അരോമ ഓയിലും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് അലോവേറ ജെല്ലും തേനും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് സോപ്പ് മോൾഡിലാക്കി വെച്ചിരിക്കുന്ന ഒരു പാക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇത് നമുക്ക് നല്ല പഴുത്ത ടൊമാറ്റോയുടെ ജ്യൂസ് കുറേ എടുക്കണം. അതുപോലെ ബേസിൻ പൗഡർ, ആൽമണ്ട് ജെല്ല്, ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്ത് കുറുക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ഈ ഓയിലുകൾ ഇതിനകത്ത് ചേർക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ദിവസം ഒരു 2 പ്രാവശ്യം ഇത് വെച്ച് മുഖം വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാനെല്ലാം മാറുകയും റിങ്കിൾസൊക്കെ കുറയുകയും സ്കിൻ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്സ് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തതേ ഉള്ളൂ. കയ്യിലാ ടാനൊക്കെ അങ്ങ് മാറും. ഇത് വെച്ച് ഒരു 2 പ്രാവശ്യം നമ്മൾ ദിവസവും ഫേസ് വാഷ് ചെയ്യുക. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റാവും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് ഫാനിട്ട് കൊടുത്താൽ മതി. ഒരു 2 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇത് സോപ്പ് മോൾഡായിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പം തന്നെ നമുക്കിത് നമ്മുടെ സ്കിന്നിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫേസ് പാക്ക് വീട്ടിൽ തയ്യാറാക്കി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മോൾഡിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മോൾഡിനകത്ത് വെച്ചാൽ തന്നെ നമുക്ക് ദിവസം പാക്കായിട്ട് ഫേസ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ശരീരം കുളിക്കാൻ ഉപയോഗിക്കാം. ഡ്രൈനെസ് ഒക്കെ ഒരുപാടുള്ളവർക്ക് ഇത് വെച്ച് നമുക്ക് കുളിക്കാം. പെട്ടെന്ന് പതഞ്ഞു പോകത്തൊന്നുമില്ല. ഇത് കൂടുതലും ടൊമാറ്റോ ജ്യൂസിനകത്ത് തന്നെ നമ്മളിത് തയ്യാറാക്കണം. പിന്നെ മാത്രമേ നമ്മൾ ഇതിനകത്തിട്ട് പാക്കിലിട്ട് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. പക്ഷേ ടൊമാറ്റോ ജ്യൂസ് നല്ലതായിട്ട് പഴുത്ത ടൊമാറ്റോ വാങ്ങിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അരിച്ച് എടുത്ത പ്യുവർ പാനിക്കകത്താണ് നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മോളിനകത്ത് ഒഴിച്ച് വയ്ക്കുക. ഇതിനകത്ത് ഒരു കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ടാൻ മാറാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും പാടുകൾ കുറയ്ക്കാനും ഒക്കെ നല്ലൊരു ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ടൊമാറ്റോ പാക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരു 6 മാസം വരെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് വെച്ച് ഉപയോഗിക്കുക. പാക്ക് മിക്സ് ചെയ്തിടാൻ പാടില്ലാത്തവർക്കൊക്കെ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ സോപ്പ് മോൾഡാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വൈകിട്ടും ഒന്ന് മുഖം വാഷ് ചെയ്ത് ഉടനെ വാഷ് ചെയ്ത് കളയൽ ഒരു 2 മിനിറ്റ് മുഖത്ത് നല്ലതായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് ക്രീം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ എന്നും നല്ലതായിട്ടിരിക്കും, ചുളുക്കൊന്നും വരത്തില്ല. അപ്പോൾ ഈ പാക്കെല്ലാം തയ്യാറാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതുപോലെ ഒരു ഉപകാരമുള്ള ഒരു ഫേസ് പാക്കുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.